എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജീവന്റെ തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ്. അതെ, ചലനം. എങ്ങനെയാണ് ജീവനുള്ളവയെല്ലാം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ഒരു മുയൽ ചാടുന്നു, ഒരു ചിത്രശലഭം പറക്കുന്നു. നമ്മുടെ ലോകം മുഴുവൻ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ? ഒരു മുയൽ എന്തിനാവും ഇങ്ങനെ ചാടുന്നത്? അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റ എന്തിനാവും ഇങ്ങനെ പറക്കുന്നത്? സിമ്പിളാണ്, ജീവിക്കാൻ വേണ്ടി തന്നെ. ഭക്ഷണം തേടാനും ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും, അങ്ങനെ എല്ലാത്തിനും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഒരു പക്ഷിയെ പറക്കാൻ സഹായിക്കുന്ന ആ ഒരു ശക്തി എന്താണ്? അല്ലെങ്കിൽ ഒരു പാമ്പ് ഇഴയുന്നത് എങ്ങനെയാണ്? എന്തിന്, ഒരു ചെടി സൂര്യന് നേരെ വളയുന്നതിന് പിന്നിൽ പോലും എന്തോ ഒരു ശക്തിയില്ലേ? അതാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓരോ ജീവിക്കും ചലിക്കാനായി പ്രകൃതി ഓരോ തരം ടൂൾസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പ്രകൃതിയുടെ ആ ടൂൾ ബോക്സിലേക്ക് ഒന്ന് എത്തി നോക്കിയാലോ? നമ്മൾ മൃഗങ്ങളെക്കുറിച്ച് മാത്രമല്ലാട്ടോ സംസാരിക്കുന്നത്. സസ്യങ്ങളും ചലിക്കുന്നുണ്ട്. അതെ, ഒരു വിത്ത് മുളച്ചു പുറത്തേക്ക് വരുന്നത് ഒരു തരം ചലനമാണ്. ഇലകൾ സൂര്യനെ നോക്കി തിരിയുന്നതോ അതും ചലനമാണ്. നമ്മളത്ര ശ്രദ്ധിക്കാറില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ പറ്റുന്നൊരു ലോകത്തേക്ക് പോകാം. ഇവിടെ നോക്കൂ, ഇടതുവശത്തുള്ളത് പാരമീസിയം. ഒരു വഞ്ചിയിലെ 1000 തുഴക്കാർ ഒരുമിച്ച് തുഴയുന്നത് പോലെ അതിന്റെ ശരീരത്തിലെ ആയിരക്കണക്കിന് കുഞ്ഞൻ രോമങ്ങൾ ചലിപ്പിച്ചാണ് അത് മുന്നോട്ടു പോകുന്നത്. എന്നാൽ വലതുവശത്തുള്ള യുഗ്ലിനെയോ, അതിനൊരൊറ്റ ചാട്ടവാർ പോലൊരു വാലുണ്ട്. അത് വീശിയാണ് അതിന്റെ യാത്ര. കണ്ടില്ലേ, ഒരേ കാര്യം ചെയ്യാൻ എത്ര വ്യത്യസ്തമായ വഴികൾ! ആ ചെറിയ ലോകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വലുതാകുന്നു. മീനുകൾ അവയുടെ ചിറകുകൾ ഉപയോഗിച്ച് വെള്ളത്തിലൂടെ അനായാസം നീങ്ങുന്നു. പക്ഷികളോ അവയുടെ ശക്തമായ ചിറകുകൾ ഉപയോഗിച്ച് ആകാശത്തെ തന്നെ കീഴടക്കുന്നു. ഓരോന്നും അതിന്റേതായ ലോകത്തിനുവേണ്ടി ഡിസൈൻ ചെയ്ത പോലെ. അപ്പൊ നമുക്ക് ചുരുക്കത്തിലൊന്ന് നോക്കാം. ജന്തുലോകത്ത് ചലനം പലതരത്തിലുണ്ട്. മീനുകൾ ചിറകും വാലും വെച്ച് നീന്തുന്നു. മുയലുകൾ ശക്തമായ പിൻകാലുകൾ വെച്ച് ചാടുന്നു. പക്ഷികളും പൂമ്പാറ്റകളും ചിറകുകൾ വെച്ച് പറക്കുന്നു. പാമ്പും മണ്ണിരയുമൊക്കെ ശരീരത്തിലെ പേശികൾ ചുരുക്കിയും വികസിപ്പിച്ചുമാണ് ഇഴയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതി. ഓക്കെ, നമ്മൾ മറ്റു ജീവികളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. മനുഷ്യ ശരീരമെന്ന ഈ അത്ഭുതയന്ത്രം എങ്ങനെയാണ് ചലിക്കുന്നത്? അതിന് പിന്നിലെ എഞ്ചിൻ എന്താണ്? അതെ, നമ്മുടെ പേശികൾ തന്നെ. നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ എത്ര പേശികളാണ് പ്രവർത്തിക്കുന്നതെന്നറിയാമോ? നിങ്ങൾ കണ്ണു ചിമ്മുന്നത്, ശ്വാസമെടുക്കുന്നത് എന്തിന്? ഒരു ചെറിയ പുഞ്ചിരിക്ക് പോലും കാരണം ഈ പേശികളുടെ സങ്കോചവും വികാസവുമാണ്. പക്ഷേ ഒരു പേശി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സങ്കോചിക്കുന്നത്? നമ്മളൊരു കസേര എടുത്ത് പൊക്കുമ്പോ അല്ലെങ്കിൽ ഒരു പടി കയറുമ്പോ നമ്മുടെ പേശികൾക്കുള്ളില് വളരെ വളരെ സൂക്ഷ്മമായ തലത്തില് എന്താണ് സംഭവിക്കുന്നത്? അതാണ് ഏറ്റവും രസകരമായ ചോദ്യം. ശരി, അപ്പൊ നമുക്കൊരു പേശിയുടെ ഉള്ളിലേക്ക് അങ്ങ് സൂം ചെയ്ത് നോക്കാം. നമ്മുടെ ചലനങ്ങളുടെ എല്ലാം അടിസ്ഥാനമായ ആ കുഞ്ഞൻ പ്രോട്ടീനുകളെ പരിചയപ്പെടാൻ സമയമായി. ഇവിടെ നോക്കൂ, ഒരു പേശീകോശത്തിനുള്ളിൽ ഇതുപോലെ ഒരുപാട് പ്രോട്ടീൻ നാരുകളുണ്ട്. ഒരു പേശി സങ്കോചിക്കുമ്പോൾ സംഭവിക്കുന്നതിതാണ്. ഈ നാരുകൾ ഒന്നിനു മുകളിലൂടെ മറ്റൊന്ന് തെന്നി നീങ്ങുന്നു. ഒരുപാട് പേർ ചേർന്ന് ഒരു കയറ് വലിക്കുന്നതുപോലെ ആലോചിച്ചു നോക്കൂ. അതുപോലെ ലക്ഷക്കണക്കിന് കുഞ്ഞൻ പ്രോട്ടീനുകൾ ഒരുമിച്ച് വലിക്കുമ്പോഴാണ് നമുക്കൊരു ഭാരം ഉയർത്താനുള്ള ശക്തി കിട്ടുന്നത്. ഈ വടംവലിയിലെ പ്രധാനികളിൽ ഒരാളാണ് ആക്റ്റിൻ. ഇത് കനം കുറഞ്ഞൊരു പ്രോട്ടീൻ നാരുകളാണ്. ഒരു ട്രാക്ക് പോലെ, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചുവലിക്കുന്ന കയറുപോലെ എന്ന് വിചാരിക്കാം. അടുത്തയാളാണ് മയോസിൻ. ഇതാണ് യഥാർത്ഥത്തിൽ വലിക്കുന്നത്. കനം കൂടിയ ഈ പ്രോട്ടീന് കുഞ്ഞൻ തലകളുണ്ട്. ഈ തലകൾ ആക്റ്റിൻ എന്ന കയറിൽ പിടിച്ചു വലിക്കുന്നു. അങ്ങനെ ഒരുപാട് മയോസിൻ തലകൾ ഒരുമിച്ച് ആക്റ്റിനെ വലിക്കുമ്പോഴാണ് പേശി ചെറുതാവുന്നതും സങ്കോചിക്കുന്നതും. എങ്ങനെയുണ്ട്? അപ്പോ പേശികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. പക്ഷേ നമ്മുടെ ശരീരത്തിലെ എല്ലാ പേശികളും ഒരുപോലെയാണോ? അല്ല. ചില പേശികളെ നമുക്ക് ഇഷ്ടം പോലെ നിയന്ത്രിക്കാം. എന്നാൽ ചിലത് നമ്മൾ അറിയാതെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരത്തില് പ്രധാനമായും 3 തരം പേശികളാണുള്ളത്. ഓരോന്നിനും അതിന്റേതായ പ്രത്യേക ജോലിയുണ്ട്. അപ്പൊ നമുക്കവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ. അസ്ഥിപേശികൾ, അതായത് നമ്മുടെ എല്ലുകളോട് ചേർന്നുള്ള പേശികൾ. അവയെ നമുക്ക് ഇഷ്ടം പോലെ നിയന്ത്രിക്കാം, കൈ പൊക്കാനും നടക്കാനുമൊക്കെ. എന്നാൽ ആന്തരികാവയവങ്ങളിലുള്ള മൃദുലപേശികളും ഹൃദയത്തിലുള്ള ഹൃദയപേശിയും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അവ തനിയെയാണ് പ്രവർത്തിക്കുന്നത്.
അതായത് ഇൻവോളണ്ടറി. അപ്പോ എന്താണ് ഈ വോളണ്ടറിയും ഇൻവോളണ്ടറിയും? സിമ്പിളാണ്. നിങ്ങളൊരു ഫോൺ എടുക്കാൻ കൈ പൊക്കുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. അത് വോളണ്ടറി. പക്ഷേ നിങ്ങൾ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നത് നിങ്ങളുടെ തീരുമാനപ്രകാരമാണോ? അല്ലല്ലോ, അത് ഇൻവോളണ്ടറി. ശരീരം അത് തനിയെ ചെയ്തോളും. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ഹൃദയമിടിപ്പ്, ശ്വാസമെടുക്കുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, ഇതൊന്നും നമ്മൾ ഓർത്തിരുന്ന് ചെയ്യേണ്ട കാര്യമല്ല. ശരീരം ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ അതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശരിക്കും ഒരു അത്ഭുതം തന്നെയല്ലേ ഇത്? ഇനി സ്ക്രീനിലേക്ക് നോക്കൂ. 1,00,000-ൽ കൂടുതൽ. എന്തായിരിക്കും ഈ സംഖ്യ? ഇന്നൊരു ദിവസം കൊണ്ട് നിങ്ങളുടെ ഹൃദയം ഏകദേശം ഇത്രയും തവണ മിടിക്കും. 1,00,000-ലധികം തവണ. നിങ്ങൾ ഒരൊറ്റ തവണ പോലും മിടിക്കൂ എന്ന് പറയാതെ തന്നെ. അപ്പൊ ഒന്നാലോചിച്ചു നോക്കൂ, ഈ നിമിഷം പോലും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കുന്ന ഈ അദൃശ്യമായ അത്ഭുതകരമായ ചലനങ്ങളുടെ ലോകം എത്ര വലുതാണ്, അല്ലേ?